കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ പുലിയെ പിടികൂടി. പുലിയെ നിലവിൽ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വനംവകുപ്പ് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലിയാണ് എന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഈ കിണറ്റിൽ ഇന്നലെ കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയത്. വൈകുന്നേരത്തോടെ കൂട് സ്ഥാപിച്ചു, ഇരയെയും ഈ കൂട്ടിൽ വെച്ചു. അങ്ങനെ ഇന്ന് രാത്രി 12:30, ഇന്ന് പുലർച്ചെ 1 മണി ആ സമയത്താണ് പുലി ഈ കൂട്ടിൽ കുടുങ്ങിയത്. തുടർന്ന് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പുലിയെ കിണറ്റിൽ നിന്നും, അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കിണറാണ്, ആ കിണറ്റിൽ നിന്നും പുലിയെ പുറത്തെടുത്തിട്ടുള്ളത്. പിന്നീട് താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ കിണറ്റിൽ ഒരു വന്യജീവി വീണു എന്ന, അല്ലെങ്കിൽ വന്യമൃഗം വീണു എന്ന ഒരു സംശയം നാട്ടുകാർ പറയുന്നത്, അവിടുത്തെ ഒരു ജീവനക്കാരൻ പറയുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും കിണറ്റിൽ നിന്നും മറ്റ് ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കൂട്ടിൽ ഇവിടെ ഒരു കൂട് വെച്ചു. ആ കൂട്ടിൽ ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇറച്ചി ഈ മൃഗം ഭക്ഷിച്ചുപോയി. അതിന് പിന്നാലെയാണ് വനംവകുപ്പ് CCTV ക്യാമറകൾ ഇതിൽ സ്ഥാപിച്ചത്, കിണറ്റിൽ വെച്ചത്. ആ CCTV ക്യാമറയിൽ പതിഞ്ഞതായിരുന്നു ഈ പുലിയുടെ ദൃശ്യം. അങ്ങനെ പുലി എന്ന് സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് നടപടിയിലേക്ക് വനംവകുപ്പ് പോയത്. അങ്ങനെ കൂട് സ്ഥാപിച്ചു. ഇന്നലെ വൈകിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് കൂട് സ്ഥാപിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെ ഈ പുലി ഈ കൂട്ടിൽ കുടുങ്ങി. പിന്നീട് 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പുലിയെ ഈ കിണറ്റിന് പുറത്തെത്തിച്ചത്. താമരശ്ശേരി റേഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും കാട്ടിലേക്ക് തുറന്നുവിടുക എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്.